ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. കാരണം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് വേണ്ടി ഞങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഞങ്ങളോടുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു ആദ്യം തന്നെ. പിന്നെ ഇന്ന് ചന്നി ഒരു വെറൈറ്റി ഒന്നും അല്ല ചെയ്യാം, നമ്മുടെ വീട്ടിലത്തെ ഉച്ചക്കത്തെ കറികളായിരുന്നു ഞാൻ വീട്ടിലെ കാര്യങ്ങൾ തന്നെ അല്ലേ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. പരീക്ഷണങ്ങളൊന്നും ഇന്നില്ല, ഇനി അടുത്ത ദിവസമുള്ള പരീക്ഷണങ്ങൾ. അതെ, അപ്പൊ ഞങ്ങൾ ഒത്തിരി ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അതെ, ശരണ്യ അല്ലേ പാചകദണ്ഡം ചെയ്യാൻ പോണെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ തുണി പിരിക്കുകയാണ്. എന്റെ കൂട്ടുകാരെ വെയിൽ തുടങ്ങിയപ്പം പറഞ്ഞു ഒരു മഴയെങ്കിലും പെയ്താ മതിയത്. ഇപ്പത്തെ മഴയോട് പറയാം ഒന്ന് വെയിൽ ഉറച്ചാ മതിയത്. തുണിയും കൊണ്ട് നടക്കുകയാണ്. എടുക്കുക ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് പാചകം ചെയ്യണ്ടേ? ചെയ്യണം. ഈ തുണിയൊന്ന് വിരിച്ചിട്ടേ ചെയ്യാന്ന് ഓർത്തു. എന്നാ തുണി വിരിച്ചിട്ട് വാ. രാവിലെ തന്നെ ഒരു ബക്കറ്റ് തുണിയായിട്ട് ശരണ്യ ഇറങ്ങി. അമ്മയും കൂടി സഹായിക്കുന്നുണ്ടോ? ഞാൻ കണ്ടില്ല അമ്മേനെ. ഞാനോർത്ത് ശരണ്യ ഒറ്റക്കാണെന്ന്. ഞാൻ കണ്ടു ഒരു ബക്കറ്റ് തുണിയുണ്ടല്ലേ. കഷ്ടകാലത്തിന് വിരുപ്പെല്ലാം കൂടെ എടുത്ത് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാന്നേ. അതായത് വീട്ടിൽ തന്നെ ശമ്പളം വെയിൽ പോലും വരും. എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണിക്കാം. 100 രൂപയുടെ മത്തിയ ചത്തിക്കത്തിടാൻ പോവാ. മത്തിക്കൊക്കെ വില കുറഞ്ഞു വരുന്നു അല്ലേ. കണ്ട 100 രൂപയുടെ മത്തിയാണ് കിട്ടിയിരിക്കണം അല്ലേ. ഒരു ചട്ടി മത്തി കിട്ടി. മുഴുത്തതാ. നമുക്കിത് കുറച്ച് കറിയും വെക്കാം, കുറച്ച് വറക്കാം. നമുക്ക് മറ്റേ ഈ പീര വറ്റിച്ചത് വറക്കുകയും ചെയ്യാം. കണ്ട അതെ, നമ്മുടെ അമ്മയും അടുക്കള അരി ഇട്ടോണ്ടിരിക്കുന്ന അല്ലേ, അരി അടപ്പിട്ട്. അപ്പൊ അതേ കൂട്ടുകാരെ കണ്ട നല്ല സൂപ്പർ മത്തിയാണ് അല്ലേ, അടിപൊളി മത്തി. ഏതായാലും മത്തിക്ക് വില കുറഞ്ഞു വരുന്നു. 1 കിലോ 100 രൂപ. രണ്യ, നമ്മുടെ അച്ഛന്റെ TV സത്യപ്രതിജ്ഞയൊക്കെ കേട്ടോണ്ടിരിക്കുക. ചക്കക്കുരുവിന്റെ പരിപാടിയാ. ചാറുണ്ടോ? എന്നാ നമുക്ക് ഇത് അച്ഛന് കൊടുത്തേക്കാം. അതും കൊണ്ട് പോണ അച്ഛനുള്ള പണി പോണ പോക്ക് കണ്ട. ചക്കക്കുരു ചെയ്യുവാനാ? ഇത് നിങ്ങൾ എന്താണ് അമ്മക്ക് മകൾക്ക് അല്ല മകളെ ആരും അതെന്തിനാണ് ഷിജു സന്നയൊക്കെ പണി കൊടുക്കാൻ കൊണ്ടുവന്നത്? അല്ല, 1 കിലോ മത്തി 100 രൂപയ്ക്ക് കിട്ടി. അപ്പൊ പിന്നെ അത് മേടിച്ചു. 1 കിലോ മത്തി 100 രൂപയ്ക്ക്. അപ്പൊ ഇന്ന് മീനുണ്ടായിരുന്നല്ലോ കൂടുതൽ. അത് നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ മേടിച്ചത്. അപ്പൊ നമുക്ക് കൂടുതൽ കിട്ടിയത് നമുക്ക് അത് നമുക്ക് മത്തി കൊണ്ട് ദോഷം അല്ലേ തന്നെ. തന്നെ മത്തി കൊണ്ട് ഒരു ദോഷമില്ലാത്തൊരു മീനാണ്. ഇപ്പൊ ഉടനെ അതായല്ലോ. ഞാൻ വെട്ടാൻ സഹായിക്കാം. അല്ല നമുക്ക് ഒരു കാര്യം ഇപ്പൊ കൂടുതലുണ്ടെങ്കിൽ ചെയ്യേണ്ടത് കുറച്ചെടുത്ത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. അച്ഛൻ ഞാൻ വെട്ടാനൊക്കെ സഹായിക്കും, പക്ഷെ ശരണ്യ എന്നെ കൊണ്ട് ചെയ്യും. ശരണ്യൊക്കെ അങ്ങനെയുള്ള ഉണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുമെങ്കിലും ഇപ്പൊ മീൻ വെട്ടാൻ പറയണമെങ്കിൽ എന്നെ കൊണ്ട് വെട്ടിക്കൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ചക്കക്കുരുവും പച്ചക്കറിയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കണം, ചക്ക മുറിച്ച് കൊടുക്കണം, ചെയ്ത് കൊടുക്കണം. അത് വേറെ കാര്യം. അപ്പൊ അച്ഛനൊരു പണിയാ. അല്ല ഞാനൊരു പണിയല്ല. മീൻ നമുക്ക് മത്തിയാണ് കിട്ടിയെന്ന് പറഞ്ഞല്ല, മത്തി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് കുറച്ചെടുത്ത് ശരണ്യ ഫ്രിഡ്ജിൽ വെക്കുക. നമുക്ക് പീര പറ്റിച്ചേക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഉപയോഗിക്കാനായിട്ട്. പിറ്റേ ദിവസം ഇവിടെ എടുക്കത്തൊന്നുമില്ല. പിന്നെ ടോബിക്ക്
നമുക്ക് വറക്കച്ച. എന്നാ ശരണയ്ക്ക് പിന്നെ വറുത്ത് വേണം. അതിനാണ് ശരണ ഉടനെ ആ വേഷം കെട്ട് ഇങ്ങോട്ട് പറഞ്ഞേ. ഏതായാലും ചക്കക്കുരുന്ന് ചെയ്യും ഞാൻ. ഞാൻ ചക്ക ജീവി തരാം. കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ ശരണ്യ അതെ പതിവ് പോലെ മത്തി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് മീൻ വെട്ടിക്കൊണ്ട്. മീൻ വെട്ടിക്കൊണ്ടിരിക്കുക കണ്ട അതെ കുറച്ചേ വെട്ടി തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ മത്തി വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ സഹായിക്കാമെന്ന്, പക്ഷെ സമ്മതിക്കുകയില്ല. എൻ്റെ ശരണ്യ പറയാണ് അതെനിക്ക് തന്നെ പണിയാകുമെന്ന്. ആണ്. അതെന്താ? മേത്ത് മൊത്താക്കിയ പിന്നെ എനിക്ക് ഉടുപ്പ് മാറ്റി തരണ്ടേ? എന്നാലും എനിക്കൊരു അവസരം തരണ്ടേ? ഇല്ല തരികയില്ല. ഇല്ല, എന്നാ തന്നെത്താൻ കുത്തിയിരുന്ന് വെട്ട്. ഞാൻ തന്നെ ഇന്ന് വെട്ടിയിട്ട് ഞാൻ കാണിക്കാം കൂട്ടുകാരെ. അപ്പം ഇതൊക്കെ ഒന്ന് വെട്ടിയിട്ടൊക്കെ കാണിക്കാം കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ അച്ഛൻ ദേ കണ്ട തൊലിയൊക്കെ ചീവിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതെ തീരാറായല്ലേ? ദേ കണ്ട ക്ലീൻ ചെയ്തെടുത്താൽ മതി. നമ്മുടെ സെയിലിന്റെ പാക്കിങ് കൂടി നടക്കുന്നുണ്ട്. ഒരു 7 മണിയാകുമ്പോഴെങ്കിലും പോണമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അല്ലേ രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞിരുന്ന വാചകത്തിലാണ്. വൈകുന്നേരം കല്യാണത്തിൽ പോണ കാര്യം പറഞ്ഞു. ആണ് അതേ നമ്മുടെ ശരണ്യ അതേ ഇരുന്ന് മീൻ വെട്ടിക്കൊണ്ട് അമ്മയായിട്ട് വർത്താനം പറയുകയാണ് അല്ലേ? 7 മണിയാകുമ്പോഴെങ്കിലും പോണമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. ആണ്. അപ്പൊ ഇന്ന് കല്യാണത്തിൽ പോവുകയാണ് ഞാൻ. രാവിലെ പോയില്ല, വൈകിട്ടെങ്കിലും അവരുടെ വീട്ടിലെങ്കിലും ചെല്ലണ്ടേ. അതെ, ഇന്നപ്പം ഞങ്ങൾ അങ്ങനെ കല്യാണ വീട്ടിലേക്ക്. ശരണ്യ നമുക്ക് ആ അലുക്കുലുത്ത് സാധനങ്ങളൊക്കെ കൊടുക്കണ്ടേ? മറ്റേ ആ വാഷിംഗ് മെഷീൻ പഴയതൊക്കെ അവിടെ വെച്ചേണ്ട് ഇരിക്കണ്ടല്ലേ? വേണ്ട, അതൊക്കെ കളഞ്ഞേക്കാം. കളഞ്ഞേക്കാം. പിന്നെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന. പിന്നെ ഈ ശരണ്യ ഒരു സാധനം കൊടുപ്പിക്കുകയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ആക്രിക്കാർക്ക് കൊടുക്കാൻ അല്ലേ? ഈ ശരണ്യ കൊടുപ്പിക്കുകയല്ല അല്ലേ? കൊടുപ്പിക്കല. ശരണ്യ അച്ഛനെ ഒരു സാധനം ഇവിടുന്ന് കൊടുപ്പിക്കല. അതായത് പ്ലാസ്റ്റിക് കുപ്പി പോലും കൊടുപ്പിക്കല. ഇതെല്ലാം വെച്ച് എന്തിനാണ് ഇത് വെച്ചോണ്ടിരിക്കണമെന്നറിയാം. അറിയാമല്ലോ, ചിരട്ട തന്നെ 3-4 ചാക്ക് ചിരട്ട ഇരിപ്പുണ്ട്. എത്ര ചിരട്ടക്കാര് വന്നതാണ്. ശരണ്യ അതെ പാമ്പ് കയറും ഇതൊക്കെ വെച്ചേച്ചെന്ന അത് ഇതെന്താ കൊടുക്കുന്നത്? എനിക്ക് ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന വാഷിംഗ് മെഷീനോ? വാഷിംഗ് മെഷീൻ. ഓ പിന്നെ നല്ല വാഷിംഗ് മെഷീൻ ഉള്ളപ്പോൾ അതങ്ങോട്ട് പോയ സാധനം കൊടുക്കണം ശരണ്യ. ഞാൻ അങ്ങനെയാണ് ഓർക്കുന്നത്. എന്തെങ്കിലും പൊട്ടിപ്പോയ അതാ പിന്നെ കാശ് അല്ല എന്നാലും അത് കംപ്ലൈന്റ് ആയില്ലേ? കംപ്ലൈന്റ് ആയി. വെറുതെ നമുക്ക് പൈസ കിട്ടും. 8 വർഷം ഉപയോഗിച്ചത്. അത് കൊടുത്താൽ പൈസ കിട്ടുമേ. എന്നാ നമുക്ക് നാളെ കൊടുത്തേക്കാം. നാളെ അതുള്ളത് കൊണ്ട് കൊടുത്ത് കാശ് പിന്നെ അമ്മയും മോനും കൂടെ കേറി കഴിഞ്ഞാൽ അടുക്കി പറക്ക്. അങ്ങനെ അച്ഛനെ മോനെ വിളിക്കും. എന്ത്? ഇന്ന് തന്നെ അമ്മയും മോനും കൂടെ അടുക്കി പറക്കിക്ക. ഞങ്ങളെ വിളിക്കല്ലേ? കണ്ട ആ ചിരട്ട അല്ല അച്ഛനും അച്ഛനും ഇത് തന്നെയാണമ്മേ. അച്ഛനും പഠിപ്പിക്കാലോ. അച്ഛനും കൊടുപ്പിക്കുക. അച്ഛനും പഠിപ്പിക്കാലോ. അച്ഛനും പറയും അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇവിടെ മാത്രമല്ല വൃത്തികേട്, അകത്തന്നെ നല്ല വൃത്തിയല്ലേ? അകത്തൊന്നും കുഴപ്പമില്ല. എന്നാലും വൃത്തികേടിൻ്റെതല്ല. ശരണ്യ അവിടെ നിന്ന് വാഷിംഗ് മെഷീനത്തെ വർക്ക് ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ ഇടക്ക് കയറി നിന്ന് എന്താ ചെയ്യുക അല്ലേ? എന്നാ ഉള്ളതുകൊണ്ട് അതുകൊണ്ടെന്നൊരാള് അമ്മയ്ക്കാ പേടി. എനിക്ക് അല്ല മത്തി വെട്ടി എവിടം വരെയായി? ഇത്ര ആയല്ലേ? ഇത്രയായി, തീർന്നു. തീരാറായി. ഒരു കിലോ മത്തി ഞാൻ വെട്ടി തീർത്തു. ഞാൻ ചക്കക്കുരു കുക്കറായിട്ടൊന്ന് വേവിക്കട്ടെ. വേവിച്ചിട്ടൊക്കെ കാണിക്കാം നമുക്ക് കൂട്ടുകാരെ അല്ലേ? അതെ, വേവിച്ചിട്ട് കാണിക്കാം. ശരണ്യ എന്തോ എവിടം വരെയായി നമ്മുടെ മത്തി? നമ്മളെ മത്തി വെട്ടിട്ട് നല്ല വെള്ളത്തിൽ ആഹാ നല്ല അടിപൊളിയായിട്ട് മത്തി വെട്ടി തേച്ചിട്ടുണ്ടല്ലേ? നമ്മുടെ കുക്കർ മറ്റേ ചക്കക്കുരു മുരിങ്ങയ്ക്കും കൂടെ ഒന്നിച്ച് വെച്ച് അപ്പൊ അത് കണ്ട കൂട്ടുകാരെ അങ്ങനെ അടിപൊളി മത്തിക്കറി ആയിരിക്കും ഇന്നല്ലേ? ആയിരുന്നു. അപ്പൊ നമ്മുടെ അമ്മയാണെങ്കിൽ എന്തോ ചെയ്തോണ്ടിരിക്കും. പച്ചമുളകും ഇഞ്ചി ഇതെല്ലാം വെച്ച് എടുത്തോണ്ടിരിക്കുമ്പോ നമുക്ക് മീൻ പറ്റിച്ചതിന് ചേർക്കാം. ആണല്ലേ കൂട്ടുകാരെ? അങ്ങനെ അതെ അമ്മ അതേ മിക്സിയിലൊക്കെ അരക്കാൻ പോണല്ലേ? ചതക്കാൻ പോണ പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി. ഇനി എന്നാണ് എടുക്കാൻ പോണ? അരച്ചാ ഒന്ന് കാണിച്ചേ കൂട്ടുകാർ. അമ്മ അരച്ചതല്ലേ? ചതച്ചത്. ഇനി അങ്ങനെ ഇതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ടോണ്ടിരിക്കണല്ലേ നമ്മുടെ മീൻ. നമുക്ക് തേങ്ങയും ചതച്ചെടുക്കണം. പുളിവെള്ളം ഒഴിക്കണം. നമ്മുടെ കൂട്ടുകാർ ഇതെല്ലാം കാണിച്ചിട്ടുള്ളതാണ്. കറിയെല്ലാം കൊറേ കാണിച്ചു, പിന്നെ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി അതന്നെയല്ലേ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, ഇന്നത്തെ വീട്ടിലെ കാര്യങ്ങൾ. അതെ, അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അല്ലേ? കാണിക്കാം കൂട്ടുകാരെ. അങ്ങനെ അതെ നമ്മുടെ ശരണ്യ അതെ മത്തിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലേ? അതെന്തിയെ കാണിച്ചേ? എന്താ
കുരുമുളക് പൊടി വെന്തോണ്ടിരിക്കുന്നു. കുരുമുളക് പൊടി എല്ലാ പൊടിയും മാങ്ങ ഇട്ടല്ലേ? മാങ്ങ ആ മാങ്ങ മാങ്ങ മത്തിക്കത്തില്ല പുളി പുളി പുളിയാണോ ഇട്ട? കുടംപുളിയാണോ ഇട്ട? കുടംപുളി അപ്പൊ അങ്ങനെ ഇതൊന്ന് വെന്ത് വരട്ടെ. പറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാ അല്ല ഇതെന്നടിക്കാണ്? ഇത് പൈനാപ്പിൾ ചെത്തുവാ നമ്മള്. ഓ ഇന്നും ഉണ്ടോ പൈനാപ്പിൾ? പിന്നെ നമ്മള് കൊണ്ടുവന്നതല്ലേ. ആ അല്ല നമ്മുടെ മീൻകറി അവിടെ മീൻ തീര മീൻ പറ്റിച്ചതുകൊണ്ട് അടുപ്പയില് കണ്ടോ? എന്ത്? ആഹാ നല്ല അടിപൊളി മീൻ പറ്റിച്ചതാണല്ലോ വെച്ചിരിക്കണം. നല്ല അടിപൊളി സൂപ്പറാണല്ലേ? ആണ്. നല്ല അടിപൊളി. അപ്പൊ ഇനി എന്നാണ് പരിപാടി? നമ്മൾ ചക്കക്കുരു കറിയും കൂടെ ആക്കിയിട്ട് കാണിക്കാം. ചക്കക്കുരു കറിയും കൂടി ആക്കിയിട്ട് കാണിക്കാം അല്ലേ? ആ നേരത്തെ നമുക്കിത് തിന്നാം. ആ പൈനാപ്പിൾ തിന്നാം. കൂട്ടുകാരെ അങ്ങനെ ദേ വീണ്ടും രണ്ടുപേരും കൂടിയുള്ള പാചകം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ശന്യ പാത്രം തേച്ച് കഴിക്കുകയാണ്. പാത്രം തേച്ച് കഴുകുക. അത് ഞാൻ മീൻ വറുക്കാൻ ഇട്ടിട്ടാ വന്നത്. ഇത് മീൻ വറുക്കാൻ വെച്ചിരിക്കുകയാണല്ലേ? ആ. ആഹാ അടിപൊളിയായിട്ട് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ അമ്മയാണെങ്കിൽ ആ നേരത്ത് ചക്കക്കുരു മുരിങ്ങക്കോലൊക്കെ കൊണ്ട് ആയിട്ടില്ല അല്ലേ? അതെ തവിയൊന്ന് താഴെ പോയമ്മ എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് കഴുകിയായിരുന്നു. പിന്നെ ഇനി എന്നാണ് ചെറിയ പരിപാടി? ഇനി ഒന്നുമില്ല. അപ്പൊ നമ്മുടെ വീട്ടില് ഇത്രയേ ഉള്ളൂ. ആണ്. അപ്പൊ ഇനി ഈ കറി കൂടി ഒന്ന് ആകണം അല്ലേ? കടുക് വറുത്ത് ഇട്ടാൽ മാത്രം മതി. ആ നമ്മുടെ ജോലിയെല്ലാം തീർന്നാ? ജോലിയെല്ലാം തീർന്നു. അപ്പൊ ഇനി നമ്മുടെ കൂട്ടുകാരൊന്ന് നമ്മൾ ഇണക്കിയത് ഒന്നുകൂടി കാണിച്ച് കാണിക്കാം. നല്ല മത്തി വറുത്തതുണ്ട്. ആഹാ നന്നായിട്ട് മത്തി വറുത്തതുണ്ട്. പിന്നെ നമ്മുടെ ചക്കക്കുരു കറിയുണ്ട്. ചക്കക്കുരു കണ്ട അടിപൊളിയാണല്ലേ? സൂപ്പറായിട്ട് അത് ആ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ടില്ല. ആ ഒരു ഭംഗിക്ക് അങ്ങോട്ട് നിക്കുകയാണല്ലേ? ഇപ്പൊ എല്ലാവർക്കും ചോറ് തിന്നാൻ തോന്നുന്നില്ലേ? അതെ അതെ. പിന്നെ എന്നാണ്? പിന്നെ നമ്മുടെ മീൻ പറ്റിച്ചത്, പീര പറ്റിച്ചത് അല്ലേ? ആ നമ്മുടെ മത്തി പീര പറ്റിച്ചത്. അത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്താണ് പറയണമെന്നൊന്ന് കമന്റ് ചെയ്യണം അല്ലേ? പീരനായിരിക്കും. എല്ലായിടത്തും മത്തി പീര എന്നായിരിക്കും അല്ലേ? ആ അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടാക്കുക. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം. അപ്പൊ അടുത്ത വീഡിയോക്ക് വരെ ബൈ.